ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 275-ാമത്തെ വചനത്തിലൂടെ പലിശ പാടില്ലെന്ന്, ലോട്ടറി പാടില്ലെന്ന്, തീർച്ചയായും പലിശയിലൂടെയും ലോട്ടറിയിലൂടെയും പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുകയും ആ ചൂഷണത്തിൽ നിന്ന് പാവപ്പെട്ടവന്റെ സമ്പത്ത് ചൂഷണം ചെയ്യുവാൻ വേണ്ടി ഉണ്ടാക്കുന്ന മാർഗങ്ങളായി പലിശയും ലോട്ടറിയും മാറുകയും അങ്ങനെ ആ പലിശയിലും ലോട്ടറിയിലും അധിഷ്ഠിതമായി ചൂഷണത്തിനധിഷ്ഠിതമായി സാമൂഹ്യ ക്രമത്തെ നിർമ്മിക്കുകയും ചെയ്യുന്ന ആധുനികന്മാരായിട്ടുള്ള ആളുകൾക്ക്, കച്ചവടവൽക്കരണത്തിന്റെ ആളുകൾക്ക് ഇസ്ലാം എതിർത്ത് നിൽക്കുന്നുവെങ്കിൽ അത് സ്വാഭാവികമാണ്. ഇസ്ലാമിന് അവർ എതിരായി നിൽക്കുന്നുവെങ്കിൽ അത് സ്വാഭാവികമാണ്. ഇങ്ങനെ ഓരോ രംഗത്തും എങ്ങനെ രതിയാകാമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ലൈംഗികത എങ്ങനെയാകാമെന്ന് വളരെ കൃത്യമായി ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 32-ാമത്തെ വചനത്തിൽ, ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറത്തുർ റൂമിലെ 21-ാമത്തെ വചനത്തിൽ ഇവിടെയെല്ലാം വിവാഹേതര ലൈംഗികതയെ കൃത്യമായി എതിർക്കുകയും അതോടൊപ്പം തന്നെ വിവാഹത്തിലൂടെയുള്ള രതി, വിവാഹത്തിലൂടെയുള്ള ലൈംഗികത അത് അത്യുത്തമമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുക വഴി വിവാഹേതര രതിയുടെ വ്യാപനത്തിലൂടെ തങ്ങളുടെ കച്ചവടവൽക്കരണമാകാമെന്ന് കരുതുന്ന ആളുകൾ അവർക്ക് ഇസ്ലാമും പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമെല്ലാം എതിർക്കപ്പെടേണ്ട കാര്യങ്ങളായി തീരുന്നു. എന്ത് വാങ്ങണമെന്നും എങ്ങനെ പണം ചെലവഴിക്കണമെന്നും കൃത്യമായി ഇസ്ലാമിന് രേഖയുള്ളത് കൊണ്ട് തന്നെ ആഗോളവൽക്കരണത്തിന്റെ പുതിയ പുതിയ പ്രകാശങ്ങൾ കാണിച്ച് ആളുകളെ ചൂഷണം ചെയ്യുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഇസ്ലാം അവർക്കെല്ലാം വിനയായിത്തീരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ആദർശം ജനങ്ങളുടെ ഹൃദയങ്ങൾക്കകത്തേക്ക് കടക്കാൻ പാടില്ലെന്ന് ഈ കച്ചവടത്തിന്റെ ആളുകൾക്ക് നിർബന്ധമുണ്ട്. ഒപ്പം തന്നെ ഈ ജീവിതത്തെ ആത്യന്തികമായി സുഖത്തിന് വേണ്ടിയുള്ളതായി കാണുന്ന, തിന്നുകയും കുടിക്കുകയും രസിക്കുകയും രമിക്കുകയും ചെയ്ത് ഈ ജീവിതത്തെ ആർത്താഹ്ലാദിക്കാമെന്ന് പറയുന്ന ജീവിതാസ്വാദനം എന്ന് പറയുന്ന, ജീവിതാസ്വാദനത്തിന്റെ ദർശനമെന്ന് പറയുന്ന, എന്നാൽ ജീവിത ആത്മഹത്യയുടെ ദർശനമായ ആധുനികതയുടെ ദർശനം, മുതലാളിത്തത്തിന്റെ സാമ്രാജ്യത്വത്തിന്റെ ദർശനം, അതിന് മുന്നിൽ ജീവിതത്തിന് ലക്ഷ്യമുണ്ടെന്നും ജീവിതത്തിനപ്പുറത്ത് മറ്റൊരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിൽ പടച്ച തമ്പുരാന്റെ സംതൃപ്തിക്ക് പാത്രമായി സ്വർഗപ്രവേശത്തിന് പാത്രമാകലാണ് മനുഷ്യ ജീവിതത്തിന്റെ പൂർണ്ണത എന്നും അതിനുവേണ്ടിയാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് എന്നുമുള്ള ഇസ്ലാമിക ആദർശം, അത് ഈ ജീവിതത്തെ പരമാവധി ആസ്വദിക്കുക, അങ്ങനെ ആ ആസ്വാദനത്തിൽ അഭിരമിക്കുക എന്ന ആശയം പഠിപ്പിച്ചു കൊടുക്കുകയും ആസ്വാദനത്തിന്റെ പേരിൽ ആളുകളെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവികമായും പഥ്യമല്ലാതായി തീരുന്നു. ഇസ്ലാമിന്റെ തൗഹീദും ആഖിറത്തും റിസാലത്തുമെല്ലാം ഈ ആളുകളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുകയും അവരുടെ മനുഷ്യരെ ചൂഷണം ചെയ്യുവാൻ വേണ്ടിയുള്ള ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിയുകയും ചെയ്യുന്നു എന്നുള്ളത് വാസ്തവം. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു മതമായ ഇസ്ലാമിനെ, അതിനെ തമസ്കരിക്കണം. അത് ഇസ്ലാം ജനങ്ങള് പഠിക്കുന്ന അവസ്ഥയുണ്ടായിക്കൂടാ. ഇസ്ലാമിന്റെ പ്രവാചകൻ, ഇസ്ലാമിന്റെ പരിശുദ്ധ ഖുർആൻ അതൊന്നും തന്നെ ആളുകളുടെ മനസ്സുകൾക്കകത്തേക്ക് കടന്നു ചെന്നുകൂടാ എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ട് അതിന് പ്രതിരോധം തീർക്കുക, ഇസ്ലാമിക പ്രബോധനത്തെ തടയിടുക, ഇതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന നബിനിന്ദ നാടകങ്ങളുടെ മുഴുവനും ലക്ഷ്യം. നമുക്കെല്ലായിടത്തും കാണാൻ കഴിയുന്നത് അതാണ്. പൗരാണിക കാലം അബൂലഹബിൽ നിന്ന് തുടങ്ങി പിൽക്കാലഘട്ടത്തിൽ കുരിശുയുദ്ധ കാലഘട്ടത്തിലുള്ള മിഷനറിമാരുടെ പരിശ്രമങ്ങളിൽ നിന്ന് തുടങ്ങി സൽമാൻ റുഷ്ദിയിലൂടെയും ഇപ്പോഴത്തെ ഡാനിഷ് കാർട്ടൂണിലൂടെയും കേരളത്തിലെ ചിൻവാദ പാലത്തിലൂടെയും എല്ലാം കടന്നു വരുന്ന പ്രവാചകൻ എന്നയുടെ പശ്ചാത്തലമെടുത്ത് പരിശോധിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ ഇസ്ലാമിക പ്രബോധനത്തെ വഴിതിരിച്ചു വിടുകയും ചെയ്യുക എന്ന വളരെ ആസൂത്രിതമായ കുബുദ്ധിയാണ് ഇവക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളെ പൂർവാധികം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ നബിനിന്ദ നാടകങ്ങൾക്ക് മറുപടി പറയേണ്ടത്, നബിനിന്ദ നാടകങ്ങൾക്കുള്ള മറുപടി നബിനിന്ദകന്മാർ എന്താണോ ലക്ഷ്യമാക്കുന്നത് ആ ലക്ഷ്യം നടപ്പാക്കിക്കൊണ്ടുള്ളതല്ല. നബിനിന്ദ നാടകങ്ങളുടെ മറുപടി നബിനിന്ദകന്മാർ പ്രവാചകനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് പ്രവാചകൻ എന്ന് വരുത്തി തീർത്തുകൊണ്ടല്ല. നബിനിന്ദ നാടകങ്ങൾക്കുള്ള മറുപടി പ്രവാചകന്റെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിച്ചുകൊണ്ട് മക്കയിലെ
ഉക്കാള ചന്തയിലും അതല്ലാത്ത പ്രദേശങ്ങളിലുമെല്ലാം അല്ലാത്ത സ്ഥലങ്ങളിലുമെല്ലാം ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കടന്നു ചെല്ലുമ്പോ അവിടെ ഉജ്ജ്വല പ്രഭാഷകനായ സുഹൈൽ ഇബ്നു അംറിനെയാണ് പ്രവാചകനെ നേരിടേണ്ടി വന്നിരുന്നത്. സുഹൈൽ ഇബ്നു അംർ മക്കയിൽ ഉജ്ജ്വല പ്രഭാഷകൻ, അറബി ഭാഷയിൽ ഖുറൈശികളുടെ സ്ഫുടമായ ഭാഷയിൽ യുക്തിയുടെ ശക്തമായ ഭാഷാ പ്രയോഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകളുടെ മനസ്സുകൾക്കകത്ത് പ്രതിഷ്ഠിക്കുന്ന രൂപത്തിൽ പ്രഭാഷണം നടത്തുവാൻ സാമർഥ്യമുള്ളയാളായിരുന്നു സുഹൈൽ ഇബ്നു അംർ. ആ സുഹൈൽ ഇബ്നു അംർ റസൂലുള്ള പോകുന്നിടത്തെല്ലാം പോയി പ്രവാചകനെ നിന്ദിക്കും, പരിശുദ്ധ ഖുർആനെ നിന്ദിക്കും, ഇസ്ലാമിനെ നിന്ദിക്കും. അങ്ങനെയുള്ള 13 വർഷങ്ങൾ കടന്നുപോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോയി മദീനയിലെത്തി. മദീനയിൽ 2 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് ബദർ യുദ്ധം ഉണ്ടാകുന്നത്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മുശ്രിക്കുകളിൽപ്പെട്ട ഒരാളായിരുന്നു സുഹൈൽ ഇബ്നു അംർ. സുഹൈൽ ഇബ്നു അംറിനെ പിടിച്ചുകൊണ്ട് 50 ബന്ദികളുടെ കൂടെ പിടിക്കപ്പെട്ട 50 ബന്ദികളുടെ കൂടെ സുഹൈൽ ഇബ്നു അംർ ഉണ്ടായിരുന്നു. ആ ബന്ദികളിൽ 2 പേരെ ഒഴിച്ച് ബാക്കി 48 പേരെയും വെറുതെ വിടാനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനം. ചിലരെ മോചനദ്രവ്യം വാങ്ങി, മറ്റു ചിലരെ മദീനയിലുള്ള ആളുകൾക്ക് എഴുത്ത് പഠിപ്പിച്ചുകൊണ്ട് മറ്റു ചിലരെ നിരുപാധികം വെറുതെ വിടാനായിരുന്നു പ്രവാചകന്റെ തീരുമാനം. അങ്ങനെ വെറുതെ വിടാൻ തീരുമാനിക്കപ്പെട്ടവരിൽ സുഹൈൽ ഇബ്നു അംർ ഉണ്ടായിരുന്നു. ആ സുഹൈൽ ഇബ്നു അംറിനെ വെറുതെ വിടുവാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, താങ്കൾ ഇവനെ വെറുതെ വിടുകയാണെങ്കിൽ അവന്റെ മുന്നിലെ പല്ലിൽ നിന്ന് 2 എണ്ണം എടുത്ത് കൊടിച്ചതിന് ശേഷം വിടുക റസൂലെ, എങ്കിൽ പിന്നെ മേലാൽ അവൻ നിങ്ങൾക്കെതിരെ ശബ്ദിക്കുകയില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞത്, റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂലുള്ള മറുപടി പറഞ്ഞത്, ഉമർ, നാളെ പുനരുദ്ധാന ദിവസം ഞാൻ അംഗവൈകല്യമുള്ളവനായി പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഉമർ, താങ്കൾ ഇഷ്ടപ്പെടുന്ന ഒരു നിലപാട് നാളെ സുഹൈൽ എടുത്തുകൂടായികയില്ലല്ലോ. അങ്ങനെ മക്കയിലേക്ക് വീണ്ടും പ്രവാചകരെ നിന്ദിക്കുവാൻ ഉള്ള നാവും പല്ലുമായി ആ ശരീരവുമായി സുഹൈൽ ഇബ്നു അംർ പോവുകയാണ്. വീണ്ടുമുള്ള വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. പിന്നെ ഹിജറ 6 നടന്ന ഹുദൈബിയ സന്ധിയിൽ മക്കാ മുശ്രിക്കുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സുഹൈൽ ഇബ്നു അംർ കടന്നു വന്നപ്പോഴും മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുവാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതും കഴിഞ്ഞു പോയി. അങ്ങനെ മക്കാ വിജയത്തിന്റെ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾക്ക് മാപ്പ് കൊടുത്തത് കണ്ടപ്പോ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് പിന്നീട് സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു മുസ്ലിമായത്. അങ്ങനെ മുസ്ലിമായതിനു ശേഷം ഇതേ നാവ്, ഇതേ പല്ലുകൾ ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം ഉപയോഗപ്പെടുത്തി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ ഒരു യുദ്ധം ആവശ്യമായി വന്നപ്പോ ആളുകളെ യുദ്ധത്തിന് പ്രചോദിപ്പിച്ചുകൊണ്ട് സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നടത്തിയ പ്രഭാഷണത്തെ കുറിച്ചുള്ള വിവരം കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചത്, ഹിജറ 2 ബദറിന് ശേഷം പ്രവചിച്ചത് ഓർത്തുപോയി. ഉമർ, താങ്കൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നിലപാട് അദ്ദേഹം എടുത്തുകൂടായികയില്ല. നമ്മൾ അറിയണം, ഇസ്ലാം മനുഷ്യരുടെ മനസ്സുകൾ നേടിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ആളുകളെ ആരെയെങ്കിലും ശരീരത്തെ ഛേദിച്ചു കളയുവാനോ കൊന്നൊടുക്കി നശിപ്പിക്കുവാനോ തകർത്ത് കളയുവാനോ അല്ല ഇസ്ലാം. മറിച്ച് കുഴപ്പമുണ്ടാകുമ്പോ, നാട്ടിൽ കലാപമുണ്ടാക്കുമ്പോ ഇസ്ലാമിക രാഷ്ട്രം ശക്തമായ നടപടികളും ശക്തമായ കയ്യേറ്റങ്ങൾക്ക് ശക്തമായ നടപടികളുമെല്ലാം ഉണ്ടാകുമെന്നുള്ളത് നേര്. പക്ഷേ ഇസ്ലാമിക പ്രബോധനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി കടന്നു വന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നബിനിന്ദാ നാടകങ്ങൾ ഉണ്ടാകുമ്പോ ആ നബിനിന്ദാ നാടകങ്ങൾ സംവിധാനിക്കുകയും രചിക്കുകയും രചനയും സംവിധാനവും നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരെന്തുദ്ദേശിക്കുന്നുവോ ആ ഉദ്ദേശിക്കുന്ന കാര്യം മുസ്ലിങ്ങളെ കലാപകാരികളാക്കുകയും അങ്ങനെ ഇസ്ലാമിനെ തമസ്കരിക്കുകയും ഇസ്ലാം ഭീകരതയാണ് എന്ന് അവതരിപ്പിക്കുകയും ഇസ്ലാം വൃത്തികെട്ടതും പ്രാകൃതവും കൊള്ളരുതാത്തതും ആധുനിക മനുഷ്യർക്ക് ഒരിക്കലും പഠിക്കുവാൻ സാധ്യമല്ലാത്തതുമായ ഒരാദർശമാണ് എന്ന് വരുത്തി തീർക്കുകയുമാണ് ലക്ഷ്യമെങ്കിൽ അവരുടെ ലക്ഷ്യത്തിന്റെ നേരെയാണ് നമ്മുടെ പ്രതിരോധം തീർക്കേണ്ടത്. ആദർശ പ്രബോധനം
പരിശുദ്ധ ഖുർആന്റെ സ്നേഹ സന്ദേശങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തിന്റെ സന്ദേശങ്ങളും അടിസ്ഥാനപരമായി സർവ്വലോക രക്ഷിതാവായ തമ്പുരാൻ മാത്രമാണ് ആരാധ്യൻ എന്ന വസ്തുതയും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പടച്ച തമ്പുരാന്റെ മനുഷ്യർക്കുള്ള ധാർമ്മിക മാർഗദർശനത്തിന് വേണ്ടിയുള്ള അടിസ്ഥാന രേഖകളാണ് എന്നുള്ള വസ്തുതയും മനുഷ്യർക്ക് മുന്നിൽ എല്ലാവർക്കും മുന്നിൽ സമർപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ എന്നൊക്കെ മറുപടി പറയേണ്ടത്. അങ്ങനെ ഇസ്ലാമിക പ്രബോധനത്തെ കൂടുതൽ സജീവമാക്കി പ്രവാചകൻ എന്നൊക്കെ മറുപടി പറയുമ്പോൾ നമ്മൾ അറിയുന്ന ഒരു സത്യമുണ്ട്. നിന്ദകന്മാർ അവരാരായിരുന്നാലും അവർക്ക് ഭാവിയില്ല. ഇസ്ലാം ലോകത്ത് പഠിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇസ്ലാം ലോകത്ത് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, അബൂലഹബ് പ്രവാചക നിന്ദയുടെ ഉദ്ഘാടനം നിർവഹിച്ച അബൂലഹബ്, അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ശപിക്കപ്പെട്ടവരാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുമ്പോഴും ആ അബൂലഹബ് എന്ന പരിശുദ്ധ ഖുർആനിലെ 111 അധ്യായത്തിൽ 5 വചനങ്ങളിൽ ആവർത്തിച്ച് അബൂലഹബിനെയും അബൂലഹബിന്റെ പത്നിയെയുമെല്ലാം ആവർത്തിച്ച് വിമർശിക്കുകയും ശപിക്കുകയും ചെയ്തിട്ടും ആ ശാപവചനങ്ങൾ കേട്ട ആളുകളൊന്നും അബൂലഹബിനെതിരെ ഒരു അക്രമം നടത്തുവാൻ മുതിർന്നിരുന്നില്ല. അബൂലഹബിന്റെ കൈകൾ നശിക്കട്ടെ എന്ന് ഖുർആൻ പറഞ്ഞപ്പോ ആ കൈകളൊന്ന് വെട്ടി, അബൂലഹബിനെ നശിക്കുവാൻ വേണ്ടി അള്ളാഹു വിധിച്ച കൈകളൊന്ന് വെട്ടി പ്രവാചകൻ എന്നൊക്കെ പ്രതികാരം തീർക്കട്ടെ എന്ന ആളുകൾ പ്രവാചകനിൽ നിന്ന് മതം പഠിച്ച സഹാബിമാരൊന്നും കരുതിയില്ല. അതുകൊണ്ട് തന്നെ ഈ അബൂലഹബിൽ നിന്ന് തുടങ്ങിയ പ്രവാചക നിന്ന എന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിയും പ്രവാചകന്റെ ജീവിതാദർശത്തെ സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള ആളുകളുടെ എണ്ണവും ഓരോ തലമുറകളും കഴിയുമ്പോൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അദ്ദേഹത്തിലൂടെ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആന്റെ ആശയ പ്രപഞ്ചത്തിലൂടെ കടന്നു പോകുവാനും അങ്ങനെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ജീവിക്കുന്ന ഉദാഹരണങ്ങളായി തീരുവാനും വേണ്ടിയുള്ള ആളുകളുടെ പരിശ്രമങ്ങൾ ആക്കം കൂട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് തന്നെ സത്യം. ഇന്നാ അഅതൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ നിൽക്കുന്നവർ ആരായിരുന്നാലും അവർക്കാണ് ഭാവിയില്ലാത്തത്, അവരുടെയാണ് വാലറ്റത്. യഥാർത്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഖ്യാതി, അദ്ദേഹത്തിന്റെ വലുപ്പം, അദ്ദേഹത്തിന്റെ ഉയർച്ച ഇവരെല്ലാവരും കൂടി കൂവിയാൽ ഇല്ലാതെയാകുന്നതല്ല. ഇവരെല്ലാവരും കൂടി തകർക്കാൻ വിചാരിച്ചാൽ പ്രവാചകന്റെ മഹത്വം തകർക്കപ്പെടുകയില്ല. ഞാൻ പറഞ്ഞല്ലോ, പൂർവ്വകാലത്ത് മുതൽക്ക് ആരംഭിച്ച അബൂലഹബിൽ നിന്ന് തുടങ്ങി പിന്നീട് അന്തിക്രിസ്തുവിനെ വടിയൊരുക്കുന്നവനായും പൈശാചിന്റെ പ്രതിരൂപമായും മുസ്ലിങ്ങളുടെ ആരാധനാ വിഗ്രഹമായും വൃത്തികെട്ടവനായും കൊള്ളരുതാത്തവനായും എല്ലാമുള്ള അവതരണങ്ങളിലൂടെ പ്രവാചകനെ തമസ്കരിക്കാൻ ശ്രമിച്ചവർ. പക്ഷേ അവരറിയേണ്ടത് ആ പ്രവാചകന്റെ ജീവിതത്തെ ഉൾക്കൊള്ളുവാൻ സന്നദ്ധമായി കൊണ്ട് കടന്നു വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദൗത്യം റസൂലുള്ളാഹിയെ പരിചയപ്പെടുത്തലാണ്, റസൂലുള്ളാഹിയെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കലാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സന്ദേശങ്ങൾ ലോകത്തിന്റെ മുന്നിൽ വെക്കലാണ്. ആ സന്ദേശങ്ങളെ തകർക്കാൻ, ആ സന്ദേശങ്ങളെ തമസ്കരിക്കുവാൻ ആര് വിചാരിച്ചാലും സാധ്യമല്ല എന്നുള്ള സന്ദേശം നൽകിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച സന്ദേശങ്ങളെ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ ഇന്ന് പുതിയ രൂപഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിക ദഅവത്തും റസൂലുള്ളാഹിയെ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ ആളുകളുടെ മുന്നിൽ സമർപ്പിക്കുവാനുള്ള പരിശ്രമവും ആക്കം കൂട്ടപ്പെടേണ്ടതുണ്ട്. അതിന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.